ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭയിലായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും സഭയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും പ്രത്യേകിച്ച് ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന പ്രകാശൻ സഹോദരനും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നമുക്കിന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വചനഭാഗം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 തിരുവചനമാണ്. അതൊന്ന് നമുക്ക് POC ബൈബിളിൽ നിന്ന് വായിക്കാം. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. മതി. നമുക്ക് യാതൊരു തർജ്ജമ യാതൊരു വ്യത്യാസവും കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 2 തരം മനുഷ്യരെ കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചത്. ഈ 2 തരം മനുഷ്യരും നമ്മിലുണ്ട്. തിരുവെഴുത്തിൽ 2 പൊതുവായി തന്നെ മനുഷ്യത്തിനെ 2 വർഗമായി വിഭജിച്ചിട്ടുണ്ട്. ലൗകിക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. ഈ മനുഷ്യർ, പ്രാകൃതമായ മനുഷ്യൻ പുതുജനനം പ്രാപിക്കാത്ത, അതായത് ജഡിക മനുഷ്യൻ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നവനാണ്. അതാണ് ജഡിക മനുഷ്യൻ എന്ന് നമുക്കറിയാം. ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവനെ സ്വാധീനിക്കും. അപ്പോൾ അവൻ ജഡിക മനുഷ്യനായി ഈ ലോകത്തിനോട് ചേർന്ന് ജീവിക്കും. നമുക്ക് 2 പത്രോസ് 2:12 ഒന്ന് നമുക്ക് വായിക്കാം. POCയിൽ നിന്ന് തന്നെ വായിക്കാം. 2 പത്രോസ് 2:12. കൊല്ലപ്പെടുന്നതിന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ. തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു. മൃഗങ്ങളുടെ നാശം തന്നെ അവർക്കും വന്നുകൂടും. അതാണ് ജഡമനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഇത്തരം മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാതെ തന്നെയാണ് അവർ ഈ ഭൂമിയിലായിരിക്കുന്നത്. അവർ ജഡത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളെ അവർ അനുസരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അതിനെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെയോ അവിടുത്തെ യഥാർത്ഥമായ കാര്യങ്ങളെയോ ഗ്രഹിക്കാൻ അവന് സാധിക്കുകയില്ല. അവൻ അവനിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവൻ അവൻ്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മാത്രമാണ് അവൻ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവനിൽ ദൈവാശ്രയമില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ആത്മീയ മനുഷ്യനോ, അവൻ യഥാർത്ഥമായി പുതുജനനം പ്രാപിച്ച വ്യക്തിയാണ്. അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവൻ നയിക്കപ്പെടുന്നു. അവൻ തൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമാണ് നയിക്കപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും. അവൻ തൻ്റെ ജഡത്തെ ആത്മാവിനാൽ നിഹനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ മോഹചിന്തകളെയും പാപത്തിൻ്റെ ശക്തിയെയും അവൻ എതിർത്തുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ ഒരു പരദേശിയായിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്.
അത് അവന് തന്നെയാണ് അത് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഭോഷനായി അവൻ തോന്നും. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഭോഷനായി കാണപ്പെടും. ദൈവവചനം നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ജഡികരായി നാം ജീവിക്കുകയാണെങ്കിൽ നാം ആത്മീയമായി മരിക്കും, അല്ലേ? എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിലോ, ആത്മാവിനാൽ കൊല്ലുന്നു എങ്കിലോ നമ്മൾ ജീവിക്കും. അതിനാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ജീവനിലേക്ക് കടക്കാനുള്ള ഒരു വാതിലായി ഈ ജഡത്തിന്റെ പ്രവർത്തികളെ നാം ഹനിക്കുന്നു എങ്കിൽ അതൊരു വാതിലായി മാറും. ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിലായി മാറും. അതാണ് പൗലോസ്ലീഹ ഈ വചനഭാഗത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അത് നമ്മുടെ രക്ഷയുടെ ഒരു ഉറപ്പാണ്. ശരീരത്തിൻ്റെ പ്രവണതകളെ, ഈ ലോകത്തോടുള്ള മോഹങ്ങളെല്ലാം നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം കൊല്ലുന്നുവെങ്കിൽ നാം ജീവിക്കും. അങ്ങനെയാണ് നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുന്നതും ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതും. അപ്പൊ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ആരായി മാറുന്നു? ആ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ നടക്കുന്നത്? വചനപ്രകാരം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അനേകരിലേക്ക് ദൈവവചനം എത്തിക്കുവാനും നശിച്ചു പോകുന്ന ഈ തലമുറയിൽ നിന്ന് അനേകരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും തന്നിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് പകരപ്പെടുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രവൃത്തിയെല്ലാം നമ്മിൽ നടക്കുമ്പോൾ മാത്രമേ നാം മക്കളായി മാറുന്നുള്ളൂ. നമുക്ക് തന്നെ സ്വയം ഒന്ന് ചിന്തിക്കാം, നാം ഈ പ്രവൃത്തി നമ്മിൽ ഉണ്ടോ? ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നില്ല എന്ന് നാം കരുതണം. ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ആണ് നാം ഇരിക്കുന്നതെങ്കിൽ ജഡശരീരത്തിന് നാം കീഴ്പ്പെട്ട് അല്ലെങ്കിൽ അടിമപ്പെട്ട് ദൈവത്തെ അനുസരിക്കാതെ ജഡത്തെ അനുസരിച്ചുകൊണ്ട് കേവലം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ് നാം ഇന്ന് അവിടെ ആയിരിക്കുന്നത്. അന്നാണ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റോമ 8:10 ഇങ്ങനെ വായിക്കാം. റോമ 8:10. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ജീവനുള്ളതായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ നമ്മിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ പ്രവർത്തികൾ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തും നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഇല്ല എങ്കിൽ നാം ദൈവത്തിന് ഉള്ളവൻ അല്ല. അല്ലെങ്കിൽ പിന്നെ ആരുടേതായിട്ട് മാറും? പിശാചിൻ്റെതായിട്ട് മാറും. അപ്പോൾ നാം ഇപ്പോൾ ആരുടെ ആത്മാവുമായിട്ടാണ് നാം ജീവിക്കുന്നത്? 8:11 ഒന്ന് തുടർന്ന് വായിച്ചേ. 8:11
റോമ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും മരിച്ച ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് അല്ലേ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നമ്മുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ കണ്ടില്ലേ, തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ, തന്റെ മക്കളോടുള്ള പിതാവായ ദൈവത്തിന്റെ ഒരു സ്നേഹം. ആ സ്നേഹം ആണ് നാം മനസ്സിലാക്കാതെ പോകുന്നത് പ്രിയപ്പെട്ടവരെ. തന്റെ മക്കളോടൊത്ത് വസിക്കുവാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിതാവായ ദൈവത്തിന് നമ്മോട് കൂടെ ആയിരിക്കാൻ അവൻ നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ജീവൻ പ്രദാനം ചെയ്യുകയാണ് നമ്മോട് ഒത്തു വസിക്കുന്നതിന്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്ത് പ്രവർത്തിക്കാൻ നമുക്ക് എന്തേ സാധിക്കാതെ വരുന്നത്? അവന്റെ ഹിതം എന്തേ നമുക്ക് നടത്താൻ സാധിക്കാത്തത്? ആ ഹിതത്തിനൊത്ത് നാം ജീവിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്? നമുക്കൊന്ന് ശോധന ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഗലാത്യ 5:17 ഒന്ന് വായിച്ചേ. ഗലാത്യ 5:17. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ജഡത്തിന്റെ മോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അതാണ് അതിന്റെ കാര്യം. ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണം ഇത് പരസ്പരം എതിർക്കുകയാ. പരസ്പരം എതിർക്കുന്നത് കൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ മാത്രമല്ലേ നാം ജഡത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് ആത്മാവിന്റെ പ്രവർത്തികളിലേക്ക് നാം ആയിത്തീരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പല മാനസാന്തരപ്പെടാത്ത അവസ്ഥകളും നമ്മിൽ ഉണ്ടായിരിക്കും. ഈ ജഡത്തിന്റെ പ്രവർത്തിയിൽ നിന്ന് നാം മാറാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് നാം മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. ഉദാഹരണമായി ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം. ഞാൻ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ടായിരുന്നു എൻ്റെ സ്ഥാപനം മുമ്പ് നടത്തിക്കൊണ്ടുപോയിരുന്നത്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് മുമ്പേ തന്നെ കുറച്ച് കൃത്രിമങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ തന്നെ സ്വയം അതിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചു. തൊട്ട് തന്നെ ഞാനൊരു റൂം എടുത്ത് അതിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ എനിക്ക് അതിലെ ഷെയറുള്ള എല്ലാ റൂമുകളും ഇപ്പോൾ ഞാൻ കൈവശപ്പെടുത്തി. ഒരു റൂം മാത്രമേ ഷെയറായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളി നിരന്തരമായി പല രീതിയിലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കും. വർക്കിനെ സംബന്ധിച്ചോ എല്ലാം ഉറക്കെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളെ വളരെ അസ്വസ്ഥപ്പെടുത്തും. ഇരിക്കുന്ന ആളുകൾക്ക് പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കും. ഞാൻ ചെറുപ്പം മുതലേ വളരെ ഗൗരവമുള്ള ഒരാളാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഗൗരവത്തിൽ സംസാരിക്കും. പക്ഷേ ആളുകളോടെല്ലാം നമുക്ക് വളരെ ലളിതമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ കോപ സ്വഭാവം എനിക്കുണ്ട്. പലപ്പോഴുമായി എനിക്ക് ഈ അസ്വസ്ഥതകളെല്ലാം ഉണ്ടായപ്പോൾ എൻ്റെ റൂമിലുള്ള കസാരകളെല്ലാം പുള്ളി ഒരു വട്ടം നീക്കിയിട്ട് എന്നെ വളരെ അസ്വസ്ഥത ഉണ്ടാക്കി. പിന്നെയും
ഞാൻ സംസാരിച്ചപ്പോൾ പിന്നെയും പുള്ളി ആ കസാരകളെല്ലാം പഴയ സ്ഥാനത്തേക്ക് തിരിച്ചിട്ടു. ഒരു ദിവസം ഞാൻ അവിടെ ഓഫീസിൽ എൻ്റെ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ പുള്ളി എൻ്റെ കസാര എല്ലാം മാറ്റി അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എൻ്റെ സ്ഥാനമെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കി മാറ്റി. പെട്ടെന്ന് തന്നെ എനിക്കൊരു കോപം എന്നിലുണ്ടായി. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഭസ്മമായി പോകുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി. അത് കേട്ട മാത്രയിൽ തന്നെ പുള്ളി വിറച്ചു എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. പുള്ളി പഴയ സ്ഥലത്ത് തന്നെ ആ കസാരയെല്ലാം മാറ്റിയിട്ട് പുള്ളി അവിടെ നിന്ന് പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ കോപ സ്വഭാവം പിന്നെയും ഞാൻ മാനസാന്തരപ്പെടാതെ എന്നിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കോപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയേക്കാൾ അപ്പുറമായി ഞാൻ കോപിച്ചു. പക്ഷേ എനിക്ക് അന്ന് ദിവസം തന്നെ ഉറക്കമൊന്നും വന്നില്ല. പ്രാർത്ഥിച്ചു എങ്കിലും എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയത്. ഞാൻ പിറ്റേ ദിവസം ചെന്ന് അദ്ദേഹത്തോട് ഞാൻ മാപ്പ് പറഞ്ഞു. കാരണം നാം ദൈവിക സംവിധാനത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഞാൻ വളരെ വിഷമിച്ചു പോയി. പക്ഷേ എങ്കിലും ഞാൻ പുള്ളിയോട് പോയി ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിച്ച് പിറ്റേ ദിവസം തന്നെ പുള്ളി ചെയ്ത ഒരു പരിപാടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പുള്ളി മാറ്റിയിട്ട കസാര അതേപടി തന്നെ പിന്നെയും എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവിടെ തന്നെ മാറ്റിയിട്ടു. ഇപ്പോൾ അതേപടി തന്നെ അവിടെ കിടക്കുന്നു. ഞാൻ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല. എൻ്റെ വർക്കിനെ ഒന്നും ബാധിക്കുന്നതല്ല. എങ്കിലും എനിക്കുണ്ടായ അസ്വസ്ഥതകളിൽ എന്നിൽ വന്ന കോപം, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം എന്നിൽ മാനസാന്തരപ്പെടാത്ത ഒരു സംഗതി എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് എന്നെ തന്നെയല്ലേ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കോപം എന്നിൽ മാനസാന്തരപ്പെടാതെ കിടക്കുന്നു. പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? ആ കോപം എന്നിൽ നിലനിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ദൈവമേ എന്നിലുള്ള ആ കോപം ഒന്ന് ശമിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ജഡത്തെയും ആത്മാവിനെയും ഒരേ സമയം പിൻപറ്റുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ആത്മാവിനെയും ജഡത്തിനെയും ഒരേ സമയം നമുക്ക് പിൻപറ്റാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ എന്നിൽ ആദ്യമായി നിൽക്കുന്നത് എന്താണ്? കോപ സ്വഭാവം. മാനസാന്തരപ്പെടാതെ നിൽക്കുന്ന എൻ്റെ കോപ സ്വഭാവം എൻ്റെ ജഡത്തെ സ്വാധീനിച്ചിരിക്കുന്നു. അതിൽ നിന്നാണ് അതെല്ലാം പുറപ്പെടുന്നത്. അതാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നത് എന്ന് ഞാൻ സ്വയം തന്നെ മനസ്സിലാക്കി. അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. കാരണം ഒരുവൻ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ പാപമോഹങ്ങളെ എതിർക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവൻ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. അവൻ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ അണ്ടകടാകം സൃഷ്ടിച്ച ദൈവം, സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, സർവശക്തനായ ദൈവം എനിക്ക് ശത്രുവായി മാറും. എനിക്ക് ശത്രുവായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ആരാ? സർവശക്തനായ ദൈവമാണ് എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഞാൻ തന്നെ സ്വയം മാനസാന്തരപ്പെട്ട് ദൈവവുമായി രമ്യതയിൽ ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം എന്തെന്നും, നേരത്തെ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്തെന്നും നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നാൽ ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത്, ദൈവത്തിൻ്റെ ഹൃദയത്തിനുള്ളിലുള്ളത് തിരിച്ചറിയാൻ അപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.
നാം ഒരു സത്യവിശ്വാസിയാണെങ്കിലേ പാപസംബന്ധമായി നാം മരിച്ചു എന്ന സത്യം നാം മനസ്സിലാക്കുന്നു, ഇല്ലേ? നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായി നാം ആ വിശ്വാസം, ആ സത്യം വിശ്വാസമായി നമ്മിൽ പരിണമിച്ചിട്ടുണ്ടോ? പാപസംബന്ധമായി നാം മരിച്ചു എന്ന് നാം കേൾക്കുന്നു, പക്ഷെ നാം നമ്മിൽ തന്നെ നമ്മിൽ വിശ്വാസമായി അത് പരിണമിച്ചിട്ടുണ്ടോ? ഇല്ല. നാം കേൾക്കുന്നു പാപസംബന്ധമായി നാം മരിച്ചവരാണെന്ന്. അത് നാം വിശ്വാസമായി നമ്മിൽ വന്നിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം പാപസംബന്ധമായി മരിച്ചു. നമ്മൾ യേശു ക്രിസ്തുവോടുകൂടെ കുരിശിൽ മരിക്കുകയും തൻ്റെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് ദൈവം നമ്മെ പറ്റി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആത്മാവിനാൽ നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ പാപസംബന്ധമായി നാം മരിക്കുന്നു, അല്ലേ? ഇതൊക്കെ നാം റോമ 6-ാം അധ്യായത്തിൽ നാം വായിച്ചിരിക്കുന്നതും ഗ്രഹിച്ചിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും ഒക്കെയാണ്. പക്ഷെ നമ്മിൽ അത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? അതൊരു വിശ്വാസമായി നാം സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സാത്താൻ നമ്മോട് കൂടെയുണ്ട്. അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ കുടിലതന്ത്രങ്ങളെ, അവൻ്റെ തന്ത്രങ്ങളെല്ലാം അവൻ നമ്മുടെ മുമ്പിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വിശ്വാസമായി നമ്മിൽ മാറ്റണം. പലരും നമ്മെ കുറിച്ച് പറയുന്നത് എന്താ? വിശ്വാസികൾ എന്നാ, അല്ലേ? വിശ്വാസം നമ്മിൽ ശരിയായി പരിണമിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നാം യഥാർത്ഥമായ വിശ്വാസിയായിട്ടാണോ നാം ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പഴയ സത്യവേദപുസ്തകന്റെ റോമാക്കാർക്ക് എഴുതിയ 7-ാം ലേഖനത്തിന് ഒരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്. വിശ്വാസികൾ ന്യായ പ്രമാണത്തിന് മരിച്ചവർ. അങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത്. വിശ്വാസികൾ ന്യായപ്രമാണത്തിന് മരിച്ചവർ എന്ന്. POC അത് എഴുതിയിരിക്കുന്നത് നിയമത്തിൽ നിന്നുള്ള മോചനം എന്നാണ്. നമ്മുടെ രക്ഷയ്ക്കും ദൈവം മുമ്പാകെയുള്ള സ്വീകാര്യതയ്ക്കും വേണ്ടി പഴയ നിയമപ്രമാണത്തിലേക്കും ന്യായപ്രമാണത്തിലേക്കും യാഗങ്ങളിലേക്കും നാം ഒരിക്കലും നോക്കേണ്ടതില്ല. ഒക്കെ നമ്മൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കത് ഗലാത്യ 3-ാം അധ്യായം, അത് പഴയ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി. 3:23 തൊട്ട് 24 വരെയുള്ളത് വായിക്കാം, പിന്നെ 25 വായിക്കാം. ഗലാത്യ 3:23 മുതൽ 24 വരെ ആദ്യം വായിക്കാം. ആയത്ര വായിച്ചാൽ മതി, വളരെ സാവകാശം വായിച്ചാൽ മതി. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. തുടർന്ന് വായിച്ചേ. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മക്കളാകുന്നു. ഒരു ശിശുപാലകൻ, ഇപ്പോൾ നേരത്തെ മുൻ ക്ലാസ്സിലൊക്കെ ജോസട്ടൻ അത് കുറച്ച് മുൻപേ തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അതിനെ ഉദാഹരണങ്ങളിൽ കൂടെ നമ്മെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഈ ആത്മീയ ഗോളം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ആണെന്ന് നാം മനസ്സിലാക്കണം.
ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അടിമകളായി ഇന്നും ജീവിക്കുന്നു, പ്രസംഗിക്കുന്നു, അനേകർ അതിൽ വിശ്വസിക്കുന്നു. അല്ലേ? നമുക്കറിയാം. ന്യായപ്രമാണത്തിന് കീഴിൽ ഇപ്പോഴും ജീവിക്കുന്നവനിൽ പാപമോചനം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അറിവ് എന്താണ്? ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ശുശ്രൂഷ ചെയ്ത് അനേകം വിശ്വാസികളെ നാശത്തിലേക്ക് നയിക്കുന്ന അനേകരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ഇല്ലേ? അത് സാത്താൻ്റെ ഒരു കുടില തന്ത്രമാണ്. കാരണം ദൈവം തൻ്റെ സഭയിൽ ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ പൊരുളുകൾ വ്യക്തമായി നമ്മോട് സംസാരിച്ചിരിക്കുന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. പക്ഷെ ഈ തന്ത്രങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കാതെ അതിലൂടെ ജീവിക്കുന്ന അനേകർ നാശത്തിലേക്ക് വീണു പോകുന്നതായി നാം കാണുന്നു. ഈ കാര്യം നാം വിശ്വാസത്താൽ പ്രാപിച്ചിട്ടുണ്ടോ? നാം കേൾക്കുന്നു, പക്ഷെ വിശ്വാസത്താൽ നമുക്കത് പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? ആ പഴയ നിയമം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദൈവവചനത്തിലൂടെ അനേകം കാര്യങ്ങളിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ നാം ഇപ്പോഴും ആ വിശ്വാസം നമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? കാരണം പഴയ നിയമത്തിൻ്റെ ആ ന്യായപ്രമാണത്തിൻ്റെ പഴയ നിയമത്തിൽ നിന്ന് വേർപെട്ടാൽ മാത്രമേ നാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ നോക്കാൻ സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിനെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും സാധിക്കുകയുള്ളൂ, അവൻ്റെ കൃപ പ്രാപിക്കാനും സാധിക്കുകയുള്ളൂ, ഫലം പുറപ്പെടുവിക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴും നാം അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം അത് മനസ്സിലാക്കി തിരുത്തി ജീവിക്കാൻ നാം ഈ നല്ല വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, കേട്ട വചനങ്ങളെല്ലാം നമുക്ക് അനേകം തവണ കേട്ട് നമ്മുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഞാൻ കഠിന ഹൃദയനായിട്ടാണോ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? ഇങ്ങനെ മനുഷ്യരെ തെറ്റി പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ നയിക്കുന്ന അനേകർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ നല്ല വചനങ്ങളാ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ.